ആ പവൻ മാരേജ് ബ്യൂറോ എന്നാ. ഞാൻ MD ആണ് സുഗുണൻ. കുട്ടിയെ നേരിട്ട് കാണണമെന്ന തീരുമാനപ്രകാരം വന്നതാണ് ഞാൻ. കുട്ടിയല്ലേ? അതെ, സ്റ്റെല്ലക്കുട്ടി. ചെല്ലക്കുട്ടിയാ? സ്റ്റെല്ലക്കുട്ടി. ആ നല്ല പേരാണ്ടാ. കേൾക്കുമ്പോ തന്നെ ആരും ഇഷ്ടപ്പെടും. ഞാൻ പവൻ മാരേജ് ബ്യൂറോ എന്നാ. കുട്ടിക്ക് വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ല, ഇദ്ദേഹം അപ്പച്ചനാ. വന്ന കാര്യം എന്തുണ്ടാവോ? അതെ, കുട്ടിയുടേതായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് പവൻ മാരേജ് ബ്യൂറോയുടെ മാത്രം പ്രത്യേകത. ഹൈറ്റ് എത്രയുണ്ട്? 5 അടി 4 ഇഞ്ച്. ഓ, കൃത്യമാണോ അതോ ഊഹാണ്? കൃത്യമാണെന്നാണ് ഓർമ്മ. അളക്കാം. എന്തെങ്കിലും ടേപ്പ് ഉണ്ട്? ചേട്ടനെ പിടിച്ചേ. കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാലോ. പേടിക്കണ്ട. 4.5 അടി 2 ഇഞ്ച്. ആ, ഇനി ബാക്കിയുള്ള സംഗതികളുടെ അളവെടുക്കണം. അളക്കാൻ അടുത്ത് ടേപ്പ് ഇരിപ്പുണ്ടല്ലോ. അളവെടുക്കണ്ടെന്നാ പറഞ്ഞത്. അളവ് വേണം, അല്ലാതെ പറ്റില്ല. പവൻ മാരേജ് ബ്യൂറോയുടെ മാത്രം പ്രത്യേകത സ്യൂട്ടായ അലയൻസുകൾ മാത്രമേ ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുള്ളൂ. അതിന് അളവ് വേണം. അളവെടുക്കട്ടെ? ശരി. ആ, എടുക്കാം. ടേപ്പ് സ്റ്റെല്ലക്കുട്ടി എന്നെ അളവെടുത്തിട്ട് പറഞ്ഞാൽ മതി. ആദ്യം ഹിപ്പ് എത്രയുണ്ട്? 54. 54. Then waist 48. 48. Then chest 62. 62. Too much. ഇനി സ്റ്റെല്ലക്കുട്ടി ഒന്ന് തിരിഞ്ഞു. വേണ്ട. വേണം. ആവശ്യം. അതിന്റെ ആവശ്യമില്ല. ഈ അപ്പച്ചൻ ഇതിനെ എല്ലാറ്റിലും കയറി ഇടപെടണേ. കുട്ടിക്ക് വേണ്ടിയല്ലേ ചേട്ടാ. സ്റ്റെല്ലക്കുട്ടി തിരിഞ്ഞു. ആ ഗൾഫുകാരന് ഈ സൈസ് പറ്റും. കൂട്ടി യോജിപ്പിക്കാൻ നോക്കാല്ലേ. എന്തുട്ടാ പറഞ്ഞേ നീ? അതെ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി മാറ്റിയേ. സാരി എടുത്തിട്ട് വന്നേ, നോക്കട്ടെ എങ്ങനെയുണ്ട്. വേണ്ട. വേണം. വീട്ടുവേഷത്തിൽ മാത്രം കണ്ട കാര്യം നടക്കില്ല. ഇത്ര ശരിയായി മതിടാ. അപ്പച്ചൻ അങ്ങനെ പലതും പറയും. ചിലകൂടി പോയിട്ട് വന്നേ. വേണ്ടെന്നല്ലടാ നിന്നോട് പറഞ്ഞത്. വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിക്കും. മര്യാദക്കൊക്കെ സംസാരിക്കട്ടാ. മര്യാദക്ക് നീ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. ഇത്ര നേരം ഞാൻ സഹിച്ചു. ഒരു പവൻ മാനേജ്മെന്റ് ബ്യൂറോ. പവൻ മാരേജ് ബ്യൂറോ പറഞ്ഞോ. പറഞ്ഞോ നീ എന്ത് ചെയ്യണം? താനല്ലടോ വന്ന് കുട്ടിക്ക് കല്യാണാലോചന രജിസ്റ്റർ ചെയ്തിട്ട് പോയത്. കുട്ടിക്കാണ് കല്യാണം, ഭാര്യക്കല്ലടാ കഴുത. ഭാര്യ? ആ, ഇതെന്റെ ഭാര്യ സ്റ്റെല്ലക്കുട്ടി. എന്റെ അമ്മേ.